അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ആർക്കും ആരെയും എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആണോ? ഷഫീന ബീവിയുടെയും ദയാ സുജിത്തിന്റെയും പ്രശ്നത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദയാ സുജിത്തിനെ കുറിച്ച് ഷഫീന ബീവിയുടെ ചാനലിൽ വന്ന വീഡിയോ ഏറ്റവും മോശമായ തരത്തിലുള്ളത് തന്നെയായിരുന്നു. അതേ ചാനലിൽ ഒരുപാട് സ്ത്രീകളെ കുറിച്ച് ഒരു സ്ത്രീകളും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മോശമായ രീതിയിൽ തന്നെ സംസാരിക്കുന്ന വീഡിയോസും ഉണ്ട്. ഏതായാലും ഷഫീന ബീവിയുടെയോ ദയാ സുജിത്തിന്റെയോ ഒന്നും ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ഞാൻ ആളല്ല. ഇതിന്റെ നിയമവശങ്ങൾ പറയുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഷഫീന ബീവിയുടെ വീഡിയോസ് പരിശോധിക്കുമ്പോൾ പല വീഡിയോസിലും അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്, എനിക്ക് എന്റെ അഭിപ്രായം എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം. ഇങ്ങനെയൊക്കെയാണ് അവരുടെ പല വീഡിയോസിലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ആർക്ക് വേണമെങ്കിലും വായി തോന്നിയത് എന്തും എവിടെ ഇരുന്നും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a)യിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ആർട്ടിക്കിൾ 19(2)ൽ റെസ്ട്രിക്ഷൻസും തന്നിട്ടുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ റിവീൽ ചെയ്യാനായിട്ട്. പ്രോപ്പറായി മീഡിയ പഠിച്ചതിന് ശേഷം മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും. ആർട്ടിക്കിൾ 19(2) അനുസരിച്ച് ഡീസൻസി ആൻഡ് മൊറാലിറ്റി ഒക്കെ പ്രോപ്പറായി പാലിച്ചിരിക്കണം. കൂടാതെ ഡീഫാമേഷൻ, ഒരു വ്യക്തിയെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശവും ചെയ്യാൻ പാടില്ല. ഇതൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരവും മറ്റും ക്രിമിനൽ ഒഫൻസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന തെറ്റിദ്ധാരണയിൽ ഇതുപോലുള്ള നിയമലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എന്തും ആർക്കും ആരെയും കുറിച്ച് പറയാം എന്നൊരു നിയമം ഇന്ത്യയിൽ ഇല്ല. അതിന് വ്യക്തമായ ലിമിറ്റ്സും റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഈ ഇൻഫർമേഷൻ വളരെ സീരിയസ് ആയി തന്നെ എടുക്കണം. നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഇതാരെയും വ്യക്തിപരമായി ഹേർട്ട് ചെയ്യാനുമല്ല. നിയമം മനസ്സിലാക്കുക, നിയമം മനസ്സിലാക്കി പ്രവർത്തിക്കുക.